അത് കാരണം കൊണ്ട് എന്റെ പെണ്ണുകൾ തല്ലും പിടിക്കൊക്കെ ചെയ്യും. കക്കുപടിയിലുണ്ട്, വടക്കവണ്ണത്തിലുണ്ട്. നിങ്ങൾ മണ്ണാർക്കാട് എവിടെ വന്നിട്ട് ഏത് പോലീസ്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ബന്ധപ്പെട്ടോളി. അട്ടപ്പാടി കക്കുപടി എന്നാണ് വന്നിക്കുന്നത്. മണലടി ലക്ഷം വീട്ടെന്നാണ് ഒരു ചെട്ടിച്ചമ്മനെ കെട്ടിക്കുന്നത്. ഓളെ കെട്ടിച്ചിട്ട് എന്നെ ഒരുപാട് 9-10 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നെ ചൂട് വെച്ചു. ഞാൻ വൈകുന്നേരം പണിയെടുക്കും. എന്ത് തീട്ടം കോരാൻ പറഞ്ഞാൽ കറൻസി കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യും. വൈകുന്നേരത്ത് സർവറേഷൻ നമ്മൾ വാങ്ങിയിട്ട് ഒരു 320 ഉറുപ്പ കൊടുത്തിട്ട് സിംഗിൾ ബിരിയാണി വാങ്ങിയിട്ട് KSRTCന്റെ ഉള്ളിൽ പോയമ്പക്കത്ത് പോയിട്ട് ഞാൻ അടിച്ചും കടക്കും. ഞാന് റോഡ് സൈഡിലാണ് കടക്കണേ. വീടൊന്നുമില്ല. അപ്പോഴേ നമ്മളിപ്പോ മണ്ണാർക്കാട് വന്നപ്പോഴേ ഒരേട്ടനെ കാണണ്ട കേട്ടോ. അപ്പൊ ആ ഏട്ടൻ നമ്മള് സബ്സ്ക്രൈബറാന്നൊക്കെ പറയുന്നുണ്ട്. ഫോളോവർ ആണ് അല്ലേ? അപ്പോ ആ ഏട്ടന്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഏട്ടന് വീഡിയോ എടുക്കാണ്. എന്തൊക്കെയാണ് കഥ നമുക്ക് ഏട്ടനോട് ചോദിച്ചേക്കാം. ഏട്ടന്റെ പേരെന്താ? എന്റെ പേര് മുരുകൻ. ഞാന് 47 കൊല്ലായിട്ട് ലോറിയിൽ ക്ലിയറാ. ടയർ മാറ്റിയാണ്, പഞ്ചറൊക്കെ ഒട്ടിക്കണാണ്. അട്ടപ്പാടി കക്കുപടി എന്നാണ് വന്നിക്കുന്നത്. മണലടി ലക്ഷം വീട്ടെന്നാണ് ഒരു ചെട്ടിച്ചമ്മനെ കെട്ടിക്കുന്നത്. ഓളെ കെട്ടിച്ചിട്ട് എന്നെ ഒരുപാട് 9-10 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നെ ചൂട് വെച്ചു. 36 ലേശം കള്ളുകൊടുക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഞാൻ വൈകുന്നേരം പണിയെടുക്കും. എന്ത് തീട്ടം കോരാൻ പറഞ്ഞാൽ കറൻസി കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യും. വൈകുന്നേരത്ത് സർവറേഷൻ നമ്മൾ വാങ്ങിയിട്ട് ഒരു 320 ഉറുപ്പ കൊടുത്തിട്ട് സിംഗിൾ ബിരിയാണി വാങ്ങിയിട്ട് KSRTCന്റെ ഉള്ളിൽ പോയമ്പക്കത്ത് പോയിട്ട് ഞാൻ അടിച്ചും കടക്കും. അപ്പൊ എങ്ങനെ ചേച്ചി പോവായിരിക്കും? പിന്നെ ചേച്ചിക്ക് ഡെയിലി പൈസ എത്തൂലേ നമ്മള്. പിന്നെ അതിന്റെ അടിയിൽ ടയർ പഞ്ചറായാലും മാറ്റി കൊടുക്കും. പിന്നെ ചെക്കട പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കും. ഒക്കെ നാട്ടിലെ എല്ലാരും അറിയട്ടെ നമ്മളെ പറ്റിയിട്ട്. ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിരിക്കണം. അത് എന്തേ അതൊന്നും ഞമ്മക്കറിയില്ല. ABCD ഒന്നും ഞമ്മക്കറിയില്ല. അങ്ങനെ തന്നെ അഭിനയിച്ചു. സിനിമ കണ്ടോ? കുഴപ്പമില്ല. സിനിമ കണ്ടിട്ടൊന്നുമില്ല, വന്നിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ പെണ്ണുങ്ങളെ തച്ചു. ആനമള്ളിയിലെ വീട്. വാസന്തിയാണ് പേര്. എന്റെ പേര് മുരുകൻ. എന്റെ മകന്റെ പേര് സുരേഷ്. മകളുടെ പേര് സൂര്യ. കോയമ്പത്തൂർക്ക് കെട്ടിച്ചിക്കണ്. ഒക്കെ അറിയട്ടെ. തമിഴ്നാട് മൊത്തം അറിയില്ല, കേരളം, ഇന്ത്യ മൊത്തം അറിയട്ടെ. അങ്ങനെ തന്നെയാണ് ജീവിതങ്ങള്. മകനെ നോക്കണ്ടോ? എന്നെ നോക്കില്ല. എന്നെ പറ്റിച്ചിട്ട് പോവാ. ഒറ്റക്കാണോ താമസിക്കുന്നത്? ഞാന് റോഡ് സൈഡിലാണ് കടക്കണേ. വീടൊന്നുമില്ല. വീടുണ്ട്. വീടൊക്കെ എന്റെ പേരിക്കാ. 1 ലക്ഷം ഉറുപ്പ്യ എന്റെ ബാങ്കിലുണ്ട്. ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നില്ല. അത് കാരണം കൊണ്ട് എന്റെ പെണ്ണുകൾ തല്ലും പിടിക്കൊക്കെ ചെയ്യും. കക്കുപടിയിലുണ്ട്, വടക്കവണ്ണത്തിലുണ്ട്. നിങ്ങൾ മണ്ണാർക്കാട് എവിടെ വന്നിട്ട് ഏത് പോലീസ്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ബന്ധപ്പെട്ടോളി. പാലക്കാടോ, പെരുമ്പാവൂരോ, കാലടിയോ, തിരുവനന്തപുരം, കൊല്ലം, മംഗലാപുരോ, കാസർഗോഡോ ഒക്കെ അങ്ങനെ എടുത്തോളി. അതൊക്കെ തന്നെ ജീവിതങ്ങൾ. ഇപ്പൊ എന്താ പണി? തന്നെയാണോ ഇപ്പഴാ പണി? ഇപ്പഴാ പഞ്ചറില്ല. ഇപ്പൊ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അതിന് സോപ്പും പൊടി, തുണികൾ കുറച്ച്. അതിനുള്ള സോപ്പൊക്കെ മേടിച്ച് തരുമ്പോ നമ്മളെ കണ്ടില്ലേ? അപ്പൊ നമ്മൾ റോഡിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏട്ടൻ നമുക്കൊരു ബോധവൽക്കരണം കൂടെ തന്നു. ഞാൻ അന്ന് സിനിമയിൽ അമ്മയ്ക്ക് കുറച്ച് താടിയൊക്കെ ഉണ്ടല്ലോ. താടിയും മുടിയൊന്നും വെട്ടിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ ജീവിതങ്ങൾ. അല്ലാതെ മാറുന്നതാണ്. എത്ര കൊല്ലം പണിയെടുത്താലും 365 ദിവസം പണിയെടുത്താലും ഇന്നില്ല. പിന്നെന്താ വേണ്ടതെന്ന് വെച്ചാല് തമിഴിലെ 2 ഡയലോഗ് പറഞ്ഞോളി. നാളെ മുതൽ കുടിക്ക മാറ്റം, സത്യമണി തങ്ക എണ്ണിക്ക് രാത്രി കൊഞ്ചം ഊച്ചക്കരേന്നാണ് ശിവാജി ഗണേശൻ പാടിയ. ശിവാജി ഗണേശനൊക്കെ മരിച്ചുപോയി. അങ്ങനെ തന്നെ ഇപ്പൊ ലോകത്തിലെ എല്ലാ ഭാഗത്തും ഇനിയും കുറെ പറയാനുണ്ട്. അട്ടപ്പാടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മൂക്കൊന്ന് പൊത്തന്നെ. അടക്കം പറ്റൂല. ഇങ്ങള് 2 ആള് പറ്റൂലെന്ന് എനിക്ക്. ഞാനത് ഒരു ക്വാർട്ടറൊക്കെ 160 ഉറുപ്പിന്റെ ഒരു ക്വാർട്ടറൊക്കെ വാങ്ങി അടിച്ചിട്ട് ഞാൻ ഇത്ര നേരം ഇങ്ങനെ സംസാരിക്കണം. നാട്ടിലുള്ള ആൾക്കാരൊക്കെ അറിയട്ടെ. എനിക്കൊരു കുഴപ്പമില്ലാന്ന്. എനിക്കൊരാളെ പേടിയുണ്ട്. എന്റെ ചെട്ടിച്ചാരനുണ്ട്. ദുനിയാവിലെ ഒരാള് പേടിയില്ല. എന്റെ കൂടെ പഠിച്ച ആൾക്കാര്, ഫോറസ്റ്റുകാര്, പോലീസുകാര്, പട്ടാളക്കാര്, മിലിറ്ററിക്കാര്, ടീച്ചർമാര് ഇഷ്ടംപോലെ ഉണ്ട്. ഞാന് 4ാം ക്ലാസ് വരെ. ഞാൻ പിന്നെ 13 വയസ്സിൽ വന്നതാണ്. 1979 വന്നത്. കക്കുപടിയിൽ. അല്ല, മണ്ണാർക്കാട് തന്നെ. മണ്ണാർക്കാട് താലൂക്ക്, വടക്കവണ്ണത്ത്. അതിന്റെ ബാക്കില. നമ്മക്ക് വിഷയമൊന്നുമില്ല. ഒക്കെ നാട്ടിൽ അറിയട്ടെ. ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ഏട്ടന് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൊടുക്കുക ചേട്ടാ. അപ്പൊ ഇനി നമ്മൾ മണ്ണാർക്കാട് വരുമ്പോ കാണാം. അവിടെ കണ്ടതിൽ വളരെ സന്തോഷം. സന്തോഷം. നിങ്ങൾ അങ്ങോട്ട് ആക്കി തരണ്ടേ?